എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു 2 ലൈൻ LED-യിൽ ഒരു വാക്ക് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. ഈ വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാൻ കഴിയും. ഒരു 2 ലൈൻ LED സർക്യൂട്ട് നിർമ്മിക്കാൻ ഒരു 2 ലൈൻ LED സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യാൻ ഈ പ്രാക്ടിക്കൽ ചെയ്യുന്നതിനാവശ്യമായ ടൂളുകൾ, എക്യുപ്മെന്റുകൾ, മെറ്റീരിയലുകൾ എന്നിവ നമുക്ക് ശേഖരിക്കാം. ട്രെയിനിയുടെ ടൂൾ കിറ്റ്, പ്രോബുകളുള്ള ഡിജിറ്റൽ മൾട്ടിമീറ്റർ, സോൾഡറിംഗ് അയൺ കിറ്റ്, ജനറൽ പർപ്പസ് PCB, 9 വോൾട്ട് ബാറ്ററി വിത്ത് കണക്ടർ, ഡയോഡ് IN5402, IC CD4017 ഡീക്കേഡ് കൗണ്ടർ, ടൈമർ IC 555, പോസിറ്റീവ് റെഗുലേറ്റർ IC 7805, ഡയോഡ് IC 4148 രണ്ടെണ്ണം, ട്രാൻസിസ്റ്റർ SL100 രണ്ടെണ്ണം, ട്രാൻസിസ്റ്റർ TIP 122 with heat sink, കപ്പാസിറ്റർ 10 മൈക്രോഫാരഡ് 16 വോൾട്ട്, കപ്പാസിറ്റർ 0.1 മൈക്രോഫാരഡ്, കപ്പാസിറ്റർ 0.01 മൈക്രോഫാരഡ്, പ്രീസെറ്റ് 100 കിലോ ഓം, റെസിസ്റ്റർ 10 കിലോ ഓം 0.5 വാട്ട് ഒരെണ്ണം, റെസിസ്റ്റർ 470 ഓം 0.5 വാട്ട് മൂന്നെണ്ണം, റെസിസ്റ്റർ 220 ഓം 0.5 വാട്ട് അഞ്ചെണ്ണം, LED 5mm റെഡ് 43 എണ്ണം. കണക്റ്റിംഗ് വയറുകൾ ആവശ്യാനുസരണം. ഒരു വാക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതിനായുള്ള ഒരു 2 ലൈൻ LED സർക്യൂട്ടിന്റെ നിർമ്മാണം. ആവശ്യമായ എല്ലാ കോമ്പോണന്റുകളും ശേഖരിക്കുകയും വർക്കിംഗ് കണ്ടീഷനിലാണോ എന്ന് അറിയാൻ അവ പരിശോധിക്കുകയും ചെയ്യുക. വോൾട്ടേജ് റെഗുലേറ്റർ IC 7805, ടൈമർ IC 555 ഡീക്കേഡ് കൗണ്ടർ, IC CD4017 എന്നിവ ICയുടെ മുകളിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന പാർട്ട് നമ്പറുകൾ ഉപയോഗിച്ച് തിരിച്ചറിയുക. PCBയിൽ IC പ്ലേസ് ചെയ്യുക. കറസ്പോണ്ടിംഗ് ഹോളുകളുമായി പിന്നുകൾ അഡ്ജസ്റ്റ് ചെയ്യുക. പിൻ PCBയിലെ അതിൻ്റെ മാർക്കിങ്ങുമായി ശരിയായി അലൈൻ ആയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. IC കൃത്യസ്ഥാനത്ത് ഉറപ്പിക്കാൻ ആദ്യം ഒരു പിൻ സോൾഡർ ചെയ്തുകൊണ്ട് ആരംഭിക്കുക. തുടർന്ന് കൃത്യമായ അലൈൻമെന്റ് ഉറപ്പുവരുത്തുന്നതിനായി ഓപ്പോസിറ്റ് പിൻ സോൾഡർ ചെയ്യുക. IC 7805 പിൻ നമ്പറിൽ അൺറെഗുലേറ്റഡ് ഇൻപുട്ട് 1, 2 എന്നിവയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. കൂടാതെ റെഗുലേറ്റഡ് ഔട്ട്പുട്ട് 2നും 3നും ഇടയിൽ നിന്നും എടുക്കുന്നു. നിങ്ങളുടെ സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ച് ICകളുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നുകൾ ബന്ധിപ്പിക്കുക. ഈ കണക്ഷനുകൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് PCBയിൽ വയർ ജമ്പറുകളും സോൾഡറിങ്ങും ഉപയോഗിക്കാം. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത് പോലെ കപ്പാസിറ്ററുകളായ C2, റെസിസ്റ്റർ R 1100 കിലോ ഓം പ്രീസെറ്റ്, കപ്പാസിറ്റർ C3 എന്നിവയിലൂടെ IC 7805 നിന്നുള്ള റെഗുലേറ്റഡ് ഔട്ട്പുട്ട് ടൈമർ IC 555 ഇൻപുട്ടുമായി ബന്ധിപ്പിക്കുക. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത് പോലെ IC 555 പിന്നുകൾ 8ഉം 4ഉം പോസിറ്റീവ് സപ്ലൈയിലേക്കും പിൻ 1നെ ഗ്രൗണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് സപ്ലൈയിലേക്കും ബന്ധിപ്പിക്കുക. IC 555 പിൻ 5ന്റെ ഔട്ട്പുട്ട് ഡീക്കേഡ് കൗണ്ടർ IC CD4017 പിൻ 14ലേക്ക് ഇൻപുട്ടായി ബന്ധിപ്പിക്കുക. IC CD4017 പിൻ 16 പോസിറ്റീവ് സപ്ലൈയിലേക്കും പിൻ 8 ഗ്രൗണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് സപ്ലൈയിലേക്കും ബന്ധിപ്പിക്കുക. SL100 ട്രാൻസിസ്റ്ററിന്റെ ഡാറ്റാ ഷീറ്റിൽ നിന്ന് അതിൻ്റെ ടെർമിനലുകൾ എമിറ്റർ, ബേസ്, കളക്ടർ തിരിച്ചറിയുക. SL100 ജനറൽ പർപ്പസ് ആംപ്ലിഫിക്കേഷനും സ്റ്റിച്ചിങ് ആംപ്ലിഫിക്കേഷനുകൾക്കുമായി രൂപകൽപ്പന ചെയ്ത NPN ബൈപോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററാണ് BJT. T1, T2 എന്നിങ്ങനെ 2 SL100 ട്രാൻസിസ്റ്ററുകൾ എടുത്ത് IC CD4017 ഡീക്കേഡ് കൗണ്ടറിനടുത്ത് വയ്ക്കുക. എളുപ്പത്തിൽ തിരിച്ചറിയുന്നതിനായി ടെർമിനലുകളിൽ മാർക്ക് ചെയ്യുക. ട്രാൻസിസ്റ്റർ T1, T2 എന്നിവയുടെ എമീറ്റർ ടെർമിനൽ ഗ്രൗണ്ടിലേക്ക് ബന്ധിപ്പിക്കുക. T1, T2 ട്രാൻസിസ്റ്ററുകളുടെ ബേസ് ടെർമിനലുകളെ ഡീക്കേഡ് കൗണ്ടർ IC CD4017 പിൻ 2 Q1ഉം 4
Q2 എന്നിവയുമായി സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ R2, R3 എന്നീ 470 ഓം റെസിസ്റ്ററുകളിലൂടെ ബന്ധിപ്പിക്കുക. ട്രാൻസിസ്റ്റർ TIP122 അതിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന പാർട്ട് നമ്പറിൽ നിന്ന് തിരിച്ചറിയുക. അതിൻ്റെ ഡാറ്റ ഷീറ്റിൽ നിന്ന് ടെർമിനലുകളും തിരിച്ചറിയുക. ട്രാൻസിസ്റ്റർ TIP122 PCBയിൽ സ്ഥാപിക്കുക. കളക്ടർ ടെർമിനലിനെ ഗ്രൗണ്ട്, നെഗറ്റീവ് സപ്ലൈ ഇവയിലേക്ക് ബന്ധിപ്പിക്കുക. സർക്യൂട്ട് ഡയഗ്രമിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഡയോഡ് D5, D6, IN4148, റെസിസ്റ്റർ R4 470 ഓംസ് എന്നിവയിലൂടെ പിൻ 1, Q5, പിൻ 5, Q6 എന്നിവ ട്രാൻസിസ്റ്റർ TIP122ൻ്റെ ബേസ് ടെർമിനലിലേക്ക് ബന്ധിപ്പിക്കുക. ഡയോഡ് D5, D6 എന്നിവ അനോഡ്, കാഥോഡ് ടെർമിനലുകളുടെ ശരിയായ പൊളാരിറ്റിയുമായി ബന്ധിപ്പിക്കണം. 5mm LED ലൈറ്റുകളുടെ 43 എണ്ണം എടുത്ത് അവയെ LED-കളുടെ 5 വ്യത്യസ്ത ഗ്രൂപ്പുകളായി വിഭജിക്കുക. ഓരോ ഗ്രൂപ്പും 5 അക്ഷരങ്ങൾ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ആദ്യ വരിയിൽ ITI, രണ്ടാമത്തെ വരിയിൽ EM. കാണിച്ചിരിക്കുന്നത് പോലെ ITI, EM എന്നീ ആൽഫബറ്റുകളിൽ പ്ലേസ് ചെയ്തുകൊണ്ട് 5 LED ഗ്രൂപ്പുകൾ ഓരോന്നും അലൈൻ ചെയ്യുക അല്ലെങ്കിൽ ക്രമീകരിക്കുക. എല്ലാ LED-കളെയും ശരിയായ പൊളാരിറ്റി ഉപയോഗിച്ച് പാരലൽ ആയി കണക്ട് ചെയ്യുക. LED-കൾ പോളറൈസ്ഡ് കോമ്പോണന്റുകളാണ്, അതായത് അവയ്ക്ക് പോസിറ്റീവ്, നെഗറ്റീവ് ലീഡുകൾ ഉണ്ട്. നീളം കൂടിയ ലീഡ് സാധാരണയായി പോസിറ്റീവ് അനോഡ് ആണ്. കൂടാതെ ചെറിയ ലീഡ് അല്ലെങ്കിൽ LED-യുടെ പ്ലാസ്റ്റിക് ബോഡിയുടെ പരന്ന വശം സാധാരണയായി നെഗറ്റീവ് കാഥോഡ് ആണ്. PCBയിലേക്ക് LED-കൾ ഇൻസേർട്ട് ചെയ്തു കഴിഞ്ഞാൽ ലീഡുകൾ സാവധാനം പുറത്തേക്ക് വളയ്ക്കുക. ഇത് സോൾഡറിംഗ് സമയത്ത് LED-കൾ പൊഴിഞ്ഞു പോകുന്നത് തടയുന്നു. പാരലൽ LED-കളെ ബന്ധിപ്പിക്കുന്നതിന് LED-കളുടെ എല്ലാ പോസിറ്റീവ് ലീഡുകളും ആനോഡുകൾ വയറുകൾ ഉപയോഗിച്ച് ഒരുമിച്ച് സോൾഡർ ചെയ്യുകയും എല്ലാ നെഗറ്റീവ് ലീഡുകളും കാത്തോഡുകൾ വയറുകൾ ഉപയോഗിച്ച് ഒരുമിച്ച് സോൾഡർ ചെയ്യുകയും ചെയ്യുക. എല്ലാ LED-കളുടെയും ആനോഡ് ടെർമിനലുകൾ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് ബന്ധിപ്പിക്കുക. സർക്യൂട്ട് ഡയഗ്രമിൽ കാണിച്ചിരിക്കുന്നത് പോലെ എല്ലാ LED-കളുടെയും നെഗറ്റീവ് ടെർമിനലുകളെ ട്രാൻസിസ്റ്ററുകളായ T1 SL100, T2 SL100, TIP122, T3 എന്നിവയുടെ കളക്ടർ ടെർമിനലുകളുമായി 220 ഓം റെസിസ്റ്ററുകൾ, IN5402 ഡയോഡുകൾ എന്നിവ വഴി ബന്ധിപ്പിക്കുക. 2 ലൈൻ LED സർക്യൂട്ടിൻ്റെ ടെസ്റ്റിംഗ്. സർക്യൂട്ടിൻ്റെ ഇൻപുട്ടിലേക്ക് 9 വോൾട്ട് ബാറ്ററി ടെർമിനലുകൾ ബന്ധിപ്പിക്കുക. 9 വോൾട്ട് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ IC7805ൻ്റെ പിൻ 1ലേക്ക് ബന്ധിപ്പിക്കുക. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ സർക്യൂട്ട് ഡയഗ്രമിൽ കാണിച്ചിരിക്കുന്നത് പോലെ IC7805ൻ്റെ പിൻ 2ലേക്ക് ബന്ധിപ്പിക്കുക. ഔട്ട്പുട്ട് LED ഡിസ്പ്ലേ സൈക്കിൾ നിരീക്ഷിക്കുക. ഡെക്കേഡ് കൗണ്ടറിൻ്റെ ക്ലോക്ക് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്ത് ഡിസ്പ്ലേ ടൈം വ്യത്യസ്തപ്പെടുത്തുന്നതിന് ഒരു സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ പ്രീസെറ്റ് VR അഡ്ജസ്റ്റ് ചെയ്യുക. LED അക്ഷരങ്ങളുടെ സമയം അല്ലെങ്കിൽ സീക്വൻസിനായി ഡിസ്പ്ലേ ഔട്ട്പുട്ട് നിരീക്ഷിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഇവയാണ്. എങ്ങനെ ഒരു 2 ലൈൻ LED സർക്യൂട്ട് നിർമ്മിക്കാം, 2 ലൈൻ LED സർക്യൂട്ടിൻ്റെ ടെസ്റ്റിംഗ്. ഈ എക്സസൈസ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി.